പച്ചക്കള്ളം പറഞ്ഞ് ഷാനവാസ് വിന്നിയോട് കാണിച്ചത് പോക്കരുത്തരം. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇന്നലെ വിന്നിയുടെ ദേഹത്തേക്ക് ആട്ടുന്ന ഇത് മുഴുതുമാവ് എടുത്ത് ദേഹത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. 2 പ്രാവശ്യം അത് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അബദ്ധം പറ്റുകയാണെങ്കിൽ ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം അത് ചെയ്യുന്നത് അത് അബദ്ധമല്ല, ഒന്നുമല്ല, മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. അത് അനീഷിനോട് അവിടെ പറയുന്നുണ്ട്, മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. എന്നിട്ട് ഇതേ വ്യക്തി പോയി നമ്മുടെ അക്ബറോട് ന്യായീകരിക്കുവാണ്. അത് കയ്യിൽ നിന്ന് ഇതായിപ്പോയത്, ഇങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് ന്യായീകരിക്കുവാണ്. പച്ചക്കള്ളമാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസിന്റെ ഇത് ഗെയിം ഇത് നോക്കിയത് നിങ്ങൾക്കറിയാം. ഷാനവാസിന് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ഷാനവാസ് അത് മറ്റുള്ളവരെ കൊണ്ട് തമ്മിൽ തെല്ലിക്കാനും, പിന്നെ ഷാനവാസ് അവിടെ ശരിക്കും മനസ്സിലത് വെച്ചോണ്ട് ആളെ കത്തിച്ച് ഇങ്ങനെ അത് ആതിരെ നൂറെ അവിടെ പറയുന്നുണ്ട്. അത് അന്ന് അപ്പോൾ പറയാനുള്ള കാര്യം പിന്നെ മനസ്സിൽ വെച്ചോണ്ട് ഇത് എങ്ങനെ എന്താണ് ഈ പറയുന്നത് ആതിരെ നൂറെ അവിടെ പറയുന്നുണ്ട്. ഒരാളുടെ ഒരു വ്യക്തിഗതി അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരെ പുള്ളി അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയാണ്. പിന്നെ പറയുന്ന കാര്യം പുള്ളി ചെയ്ത തെറ്റുകൾ ഒരിക്കലും പുള്ളി സമ്മതിക്കില്ല. പുള്ളിയെ പറഞ്ഞതിൽ തന്നെ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഭാഗത്ത് കുറ്റം വരുത്തുന്ന രീതി പുള്ളി പറഞ്ഞ് വലിപ്പിച്ചെടുക്കും. ഇന്നലെ അക്ബറോട് പറഞ്ഞത് പച്ചക്കള്ളാണ് ഇന്നലെ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, എൻ്റെ കയ്യിൽ നിന്ന് തട്ടി, അങ്ങനെയൊക്കെയാണ് പറയുന്നത് പുള്ളി. പച്ചക്കള്ളമാണ് ഷാനവാസ് പറയുന്നത്. ഈ എന്തിനാണ് ഈ ചെയ്തില്ലെന്ന് പറയുന്നത്? ഇത് ലാലട്ടനൊത്തങ്ങി കാണിച്ചു കൊടുക്കും. നമ്മളിപ്പം ഇത് ചെയ്തിട്ട് 2 പ്രാവശ്യം ഇതിൻ്റെ എടുത്തിട്ട് അതും അനീഷാണ് ചെയ്യുന്നത്. ഷാനവാസ് അവിടെ നിന്ന് പട്ടി ഷോ കാണിക്കുക മാത്രമേ ചെയ്തു. ഞാൻ കണ്ടപ്പം ഞാൻ ഒത്തിരി നേരം, എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു. ഒരുപാട് നേരം ഞാൻ ഈ കണ്ടില്ല, തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കടന്നു. പക്ഷെ ഞാൻ കണ്ട സമയത്തെല്ലാം അനീഷാണ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് അത് എടുത്തിട്ട് ദേഹത്ത് ഒന്നല്ല 2 പ്രാവശ്യം അത് മനഃപൂർവ്വം ചെയ്തതാണ്. അല്ലാതെ ഇങ്ങനെ എടുത്ത് വെളിയിൽ നിൽക്കുന്ന ഒരാളുടെ ദേഹത്ത് തെറിക്കത്തില്ല അല്ലെങ്കിൽ. എന്നിട്ട് അവിടെ വന്നിട്ട് അക്ബറോട് ന്യായീകരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഷാനവാസിന്റെ വിചാരം ഭയങ്കര ഇത് ഉള്ള വോട്ടും കൂടെ കുറയുള്ളൂ. മനസ്സിലായോ? ഷാനവാസിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഷാനവാസിന്റെ ഗെയിമൊക്കെ നല്ല ഇതുവരെ. പക്ഷെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ തൊട്ട് ഷാനവാസിന് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇത് കിട്ടി എന്ന് വെച്ചാൽ പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായി. അതോടുകൂടിയാണ് ഷാനവാസ് ഇപ്പം ഈ കാണിക്കുന്ന ഈ പട്ടിഷോയും ഈ അഹങ്കാരവും ഈ കുതിർ സ്വഭാവം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ ചിന്തിച്ചു, ഈ മനുഷ്യൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നവിടെ? ഇന്നലെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ വെറും കൂതറയായിട്ടുള്ള പെരുമാറ്റം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഇങ്ങനെ മനുഷ്യൻ അതപ്പതിക്കും. പക്ഷെ ബിന്നിയോട് എന്നിരുന്നാലും ബിന്നിയോട് ആ കാണിച്ചത് വെറും തെണ്ടിത്തരന്നേ പറയുള്ളൂ. എന്നിട്ട് പോയി ന്യായീകരിക്കുകയാണ്. പുള്ളിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാഗത്ത് പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി അംഗീകരിക്കുകയല്ല, പുള്ളിയുടെ മിസ്റ്റേക്ക് പുള്ളി അംഗീകരിക്കുകയില്ല. പുള്ളി എന്നിട്ട് അത് ന്യായീകരിച്ച് വളച്ചൊടിച്ച് മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് പച്ചക്കള്ളം പറയും, നല്ലപോലെ കള്ളം പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയും ഷാനവാസിൻ്റെ ഗെയിമാണ്. അങ്ങനെ ക്യാമറ എന്ന് പറയുന്ന സാധനം അവിടെയുണ്ട്. ബിന്നിയോട് ആ ഇതെടുത്ത് ചെയ്തതൊക്കെ കാണുന്നുണ്ട്. അത് ഗെയിം പ്ലാനും എന്ത് മങ്ങത്തൊലിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വെറും കൂതറ സ്വഭാവം. നമ്മളിപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്ത് വരുവാണ്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങളുടെ ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.